തഹജ്ജുദ് എന്ന് പറയുന്ന പവിത്രമേറിയ മഹത്വമേറിയ ഒരു നിസ്കാരത്തെക്കുറിച്ചാണ്. തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുമ്പോ അത് രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. രണ്ടാമതായി രാത്രിയിൽ തന്നെ നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലും രാത്രിയിൽ ഉറങ്ങിയതിന് ശേഷം മാത്രം നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ രാത്രിയിൽ ഉറങ്ങണം എന്നർത്ഥം. അപ്പൊ രാത്രി ഒരാള് മഗ്‌രിബ് വാങ്ക് കൊടുത്താൽ ഇശാ വാങ്ക് 1 മണിക്കൂർ ഉറങ്ങിയിട്ട് എണീച്ചാൽ തന്നെ ഈ തഹജ്ജുദ് എന്ന് പറയുന്ന നിസ്കാരത്തെ നിസ്കരിക്കൽ സുന്നത്തുണ്ട്, പ്രബലമായ സുന്നത്തുണ്ട്. എന്നാൽ രാത്രിയിൽ നിസ്കരിക്കലാണ് പ്രബലമായ സുന്നത്ത് എന്നതിന് പുറമെ ഏറ്റവും ഉത്തമമായ സമയം രാത്രിയെ 2 പകുതിയാക്കുകയും അങ്ങനത്തെ രാത്രി 2 പകുതിയാക്കി അവസാനത്തെ പകുതിയിൽ നിസ്കരിക്കലാണ് ഉത്തമം. ഈ അവസാനത്തെ പകുതിയിലും ഏറ്റവും ഉത്തമമായ സമയം അത്താഴ സമയത്തോട് ഏകദേശം രാത്രി അവസാനിക്കാനുള്ള സമയത്തിന് ആ സമയത്ത് നിസ്കരിക്കലാണ് പ്രബലമായ മഹത്വമേറിയ ഉത്തമം എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. തഹജ്ജുദ് നിസ്കാരം അതിൽ സാധാരണ നിസ്കാരത്തെ പോലെ തന്നെയാണ്. ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തും ഓതിയാൽ അത് മതിയാവുന്നതാണ്. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഈ തഹജ്ജുദ് 2 റക്അത്താണ്. അധികരിച്ചാൽ 12 വരെ പോവാം. ഇനി 12-ന് അപ്പുറമല്ല, 12ഉം കഴിഞ്ഞ് വീണ്ടും എത്രയോ ഇരട്ടയായി അധികരിപ്പിക്കാം. 14, 16, 18, 20 ഒക്കെ ആയി അധികരിപ്പിക്കാം എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായങ്ങളുണ്ട്. അപ്പോ നോർമലായി നമ്മൾ പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്തും കൂടിയാൽ 12 റക്അത്തുമുള്ള നിസ്കാരമാണ് ഈ പവിത്രമേറിയ തഹജ്ജുദ് എന്ന് പറയുന്ന നിസ്കാരം. അതിനൊരുപാട് ഹദീസുകളിൽ പ്രബലമായ വാരിദായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോ മാത്രവുമല്ല, പാതിരാ സമയത്ത് ആരാരുമില്ലാത്ത, ആരാരും കേൾക്കാത്ത സമയത്ത് യജമാനനായ ഖാലിഖായ നാഥന്റെ മുമ്പിലേക്ക് കൈമലർത്തി പ്രാർത്ഥിക്കുന്ന, നിസ്കരിക്കുന്ന ദുആക്കും നിസ്കാരത്തിനൊക്കെ പ്രത്യേകം പവിത്രതയുണ്ട് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം മുഴുവൻ നിസ്കാരങ്ങളും വിഭാഗത്തുകളും സമൂഹം കാണുമ്പോൾ ഒരുപക്ഷെ ലോകമാന്യമായി പോകുമോ എന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. രാത്രിയുടെ അത്താഴ സമയത്ത് ആരാരും എണീക്കാത്ത, എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, എനിക്ക് വെള്ളം തരുന്ന, ഭക്ഷണം തരുന്ന യജമാനനായ ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ സമയവും സന്നദ്ധയും കാണിക്കുക എന്നുള്ളത് അവിടെ തന്നെ വളരെ ഭക്തി സാന്ദ്രത വിളിച്ചോതുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ മഹാന്മാരായ മുഴുവൻ ആലിമീങ്ങളും പണ്ഡിതന്മാരൊക്കെ വളരെ മഹത്വം കൊടുത്ത, പവിത്രത കൊടുത്ത ഒരു മഹത്വമേറിയ നിസ്കാരമാണ് തഹജ്ജുദ് എന്ന് പറയുന്ന നിസ്കാരം. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, തഹജ്ജുദ് എന്ന് പറയുന്ന നിസ്കാരം പതിവാക്കിയ ഒരാൾക്ക് കാരണങ്ങളൊന്നുമില്ലാതെ ആ നിസ്കാരത്തെ ഒഴിവാക്കൽ കറാഹത്താണ്. എന്ന് പറഞ്ഞാൽ നല്ലതിന് വിപരീതമാണ് എന്നർത്ഥം. അപ്പൊ അത്രയ്ക്കും പവിത്രമേറിയ ഒരു നിസ്കാരമാണ് തഹജ്ജുദ് എന്ന് പറയുന്ന നിസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിസ്കാരത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ വളരെ പ്രധാനമായ ഒരു നിസ്കാരമാണ് ളുഹ എന്ന് പറയുന്ന നിസ്കാരം. ളുഹ എന്ന് പറഞ്ഞാല് സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു കുന്തത്തിന്റെ അത്രയും വലുപ്പത്തിൽ, നമ്മുടെ മനുഷ്യ ദൃഷ്ടിയിൽ ഉയരുന്ന അത്രയും സമയം പ്രവേശിച്ചാൽ, അങ്ങനെ പറഞ്ഞാൽ ഒരു 7 മുഴത്തിന്റെ അത്രയും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ളുഹ നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കും. ഏകദേശം ഒരു പകലിന്റെ പകുതിയോട് അടുക്കും വരെ, അങ്ങനെ പറഞ്ഞാൽ ഒരു 12 മണി വരെയൊക്കെ ഈ ളുഹായുടെ സമയം അവശേഷിക്കുന്നുണ്ട്. അപ്പോ സൂര്യൻ ഉദിച്ച് ഏകദേശം ഈ സൂര്യൻ ഉദിച്ചൊരു 7 മുഴത്തിന്റെ അളവനുസരിച്ച് നമുക്ക് ദൃഷ്ടിയിൽ കാണുന്നുണ്ട്. 7 മുഴത്തോളം സൂര്യൻ ഉയർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഈ ളുഹായുടെ സമയം പ്രവേശിച്ചു എന്നർത്ഥം. ആ നിസ്കാരം വളരെ പ്രധാനമായ ഒരു നിസ്കാരമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ സൂര്യൻ ഉദിച്ച് സൂര്യന്റെ കിരണങ്ങൾ, പ്രഭങ്ങൾ ചൊരിയുന്ന സമയത്തുള്ള നിസ്കാരമാണ് ളുഹാ നിസ്കാരം എന്നൊക്കെ. മാത്രമല്ല മഹാനായ ഇമാം അബൂ ഹുറൈറ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഹദീസുകൾ ഈ ളുഹാ നിസ്കാരത്തിന്റെ പേരിലുണ്ട്. അതുകൊണ്ട് തന്നെ ളുഹാ എന്ന് പറയുന്ന നിസ്കാരം വളരെ പവിത്രമായ നിസ്കാരമാണ്. ആ നിസ്കാരം മുഅ്മിനീങ്ങളായ നമ്മളൊക്കെ നിസ്കരിക്കേണ്ടവരാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടവരാണ്. ളുഹാ എന്ന് പറയുന്ന നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കാരമാണ്.
മാത്രമാണ്, കൂടിയാൽ 8 റക്അത്താണ്. അപ്പൊ ചുരുങ്ങിയത് 2 റക്അത്തും കൂടിയാൽ 8 റക്അത്തുമാണ്. 8 റക്അത്താണ് ദുഹായുടെ പരിപൂർണമായ റക്അത്തിന്റെ എണ്ണമെന്ന് എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ നിസ്കാരം 8 റക്അത്തിൽ കൂടാൻ പാടുള്ളതല്ല. നമ്മുടെ ഇഖ്ലാസിന് വേണ്ടി കുറച്ചുകൂടി ഭയഭക്തി ഉണ്ടാകാൻ വേണ്ടി 10 നിസ്കരിക്കുക, അത് പറ്റുകയില്ല. കാരണം ദുഹാ നിസ്കാരത്തിന്റെ സമയം അത് 8 റക്അത്ത് മാത്രമാണ്. അല്ല, അതിന്റെ റക്അത്തിന്റെ എണ്ണം 8 റക്അത്ത് മാത്രമാണ്. കൂടിയത് ചുരുങ്ങിയത് വെറും 2 റക്അത്ത് മാത്രമാണ്. എല്ലാ നിസ്കാരത്തെ പോലെ തന്നെ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദും ഓതൽ സുന്നത്തുണ്ട്. എന്നാൽ അതും അല്ലാതെ തന്നെ വേറെയും അഭിപ്രായം അനുസരിച്ച് ഫാത്തിഹയ്ക്ക് ശേഷം വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ എന്ന് പറയുന്ന സൂറത്തും അതുപോലെ വള്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വജ്ജഅക റബ്ബുക വമാ ഖലാ എന്ന് പറയുന്ന സൂറത്തൊക്കെ 1-2 റക്അത്തുകളിൽ ഓതൽ എന്തുണ്ട്, അത് പ്രത്യേകമായി സുന്നത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോ പിന്നെ ഒരു ഇഷ്റാഖിന്റെ നിസ്കാരം, ഷുറൂഖിന്റെ നിസ്കാരം അത് പ്രബലമായ അഭിപ്രായം. ഈ ഇഷ്റാഖിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതെന്ത് തന്നെയാണ്, ഈ ലുഹായിൽ പെട്ടതാണ്. ആ 2 റക്അത്ത് ലുഹായിൽ പെട്ടതാണ്. ലുഹായിന്റെ സമയം തന്നെയാണ് ഇഷ്റാഖിന്റെയും ഏകദേശം നിസ്കാരം എന്ന പണ്ഡിതന്മാർക്കിടയിൽ പ്രബലമായ അഭിപ്രായമുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ലുഹാ നിസ്കരിക്കുന്നവരാവണം, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാവണം, അതുപോലെ വിത്ർ നിസ്കരിക്കുന്നവരാവണം, റവാത്തിബ് നിസ്കരിക്കുന്നവരാവണം. ഈ 4 നിസ്കാരങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ്. അതുപോലെ തഹിയ്യത്ത് എന്ന് പറയുന്ന നിസ്കാരമുണ്ട്, പള്ളിയിൽ പ്രവേശിച്ചാൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അത് പുരുഷന്മാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം പള്ളിയിൽ പ്രവേശിച്ചാൽ ഇരിക്കുന്നതിന് മുമ്പ്, പള്ളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന്റെ പവർ പോയി, അതിന്റെ സ്ഥാനങ്ങൾ പോയി, പിന്നെ നിസ്കരിക്കാൻ പറ്റുകയില്ല. പള്ളിയിൽ കയറിയിട്ട് ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുന്നതിനാണ് തഹിയ്യത്ത്, അഭിവാദ്യത്തിന്റെ നിസ്കാരം എന്ന് പറയുന്ന പള്ളിയിൽ പ്രവേശിച്ചാൽ ഉടനെ നിസ്കരിക്കുന്ന നിസ്കാരം. ആ നിസ്കാരവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 റക്അത്ത് മാത്രമേ ഉള്ളൂ. ആ നിസ്കാരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദും ഓതണം. ഇവിടെയും പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ചില സമയത്തൊക്കെ നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നിസ്കാരം പാടില്ലാത്ത സമയങ്ങളുണ്ട്, ഹറാമാകുന്ന സമയം. അതായത് സൂര്യൻ ഉദിച്ച ആ സമയം, അതായത് സുബ്ഹി ഖളാ ആയ ആ ടൈം, കുറച്ച് സമയം സൂര്യൻ ഉദിച്ച് 7 മുഴമാകുന്ന ആ സമയം വരെ അത് ഹറാമായ സമയമാണ്. അതുപോലെ അസ്തമാനത്തിനോടടുത്ത സമയം, ഇതൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആ സമയത്താണ് നിങ്ങൾ പള്ളിയിൽ പ്രവേശിക്കുന്നത് എങ്കിൽ ആ സമയത്ത് തഹിയ്യത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തേ? അവിടെ പള്ളിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള സമയത്തൊക്കെ നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുന്നുണ്ട് എങ്കിൽ ആ പള്ളിയിൽ പ്രവേശിച്ചാൽ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക. അതാണ് തഹിയ്യത്ത് നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരം. അത് വളരെ സുന്നത്തായ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ്. ആ നിസ്കാരങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ നിസ്കാരത്തിന്റെ, മറ്റു ഫറലാക്കപ്പെട്ട നിസ്കാരത്തിന്റെയും ജംഇന്റെയും ഖസ്റിന്റെയും എല്ലാ വിധിവിലക്കുകളും നമ്മൾ പഠിച്ചവസാനിച്ചു കഴിഞ്ഞു. 61 ക്ലാസുകൾ പൂർത്തിയാകുമ്പോഴേക്ക് നിസ്കാരത്തിന്റെ ഏകദേശ രൂപങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ മയ്യത്ത് നിസ്കാരത്തെക്കുറിച്ചും അതിന്റെ സംസ്കരണത്തെക്കുറിച്ചും അതിന്റെ മറ്റുള്ള കർമ്മങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പ്രതിപാദിക്കേണ്ടതുണ്ട്. എല്ലാം നല്ലതായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഖൈറിന് വേണ്ടി ജീവിക്കാനും ഖൈറിലൂടെ പ്രവർത്തിക്കാനും ഖൈറിലൂടെ മരിക്കാനുമൊക്കെ അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നമ്മോട് വേണ്ടപ്പെട്ട സകലമാന ജനങ്ങൾക്കും അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.